ഹലോ, വെൽക്കം ടു മൈ ചാനൽ നീനാസ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുട്ടി വീഡിയോ ആയിട്ടാണ്. അതായത് ഒരു യാത്രാ വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങൾ പോകുന്നത് കുഴിത്തറയിലേക്കാണ്. അപ്പോൾ കുഴിത്തറയിൽ പോകുന്നതിൻ്റെ ഇടയ്ക്ക് വേറൊരു കാര്യമായിട്ട് എനിക്ക് പോകാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഏതായാലും വാവോലി ചന്ത അതിപ്പോൾ അവിടെ ആ ഫെസ്റ്റ് അവിടെ നടക്കുകയല്ലേ, അപ്പോൾ അവിടെ കൂടെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് യാത്രയിൽ ഇടയ്ക്ക് പോകേണ്ട സ്ഥലത്തൊക്കെ ഞങ്ങൾ പോയ ശേഷമാണ് ഈ കുഴിത്തറയിലേക്ക് പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഈ സൈഡിലുള്ളത് പൂവാറ് പാലമാണ് കേട്ടോ. രാവിലെ അതായത് തലേ ദിവസമൊക്കെ നല്ല മഴയായിരുന്നേ. അപ്പോൾ ഞങ്ങൾ പോകുന്നതിൻ്റെ അന്നായപ്പോഴേക്കും മഴയൊക്കെ മാറി തന്നു. അപ്പോൾ ഞങ്ങൾക്ക് കാലാവസ്ഥ ഞങ്ങൾക്ക് അനുകൂലമായതുകൊണ്ട് ഞങ്ങൾക്ക് യാത്രയിൽ വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അങ്ങനെ യാത്രക്കിടയിൽ ഞങ്ങൾ ലഘുഭക്ഷണം കഴിക്കാനായിട്ട് ഒരു ചെറിയൊരു ഷോപ്പിലേക്ക് കയറി. ശരിക്കും പറഞ്ഞാൽ അവിടെ ഞങ്ങളവിടെ കയറാൻ കാരണം തന്നെ കരിമ്പിൻ ജ്യൂസ് പുറത്ത് അങ്ങനെ ഉണ്ടാക്കുന്ന അതിൻ്റെ ഒരു മെഷീൻ ഉണ്ടല്ലോ, അതും കരിമ്പൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു കരിമ്പിൻ ജ്യൂസ് കുടിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടേക്ക് കയറിയത്. അങ്ങനെ ഞങ്ങൾ കരിമ്പിൻ ജ്യൂസും പിന്നെ ഇലയപ്പം ഉണ്ടല്ലോ, അതെനിക്ക് അവിടുത്തെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതും പിന്നെ ബട്ടർ ബൺ ഉണ്ടായിരുന്നു, അത് ഞാൻ കഴിക്കാൻ നിന്നില്ല. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിപ്പം കുഴിത്തറയിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ സൈഡിലൊക്കെ ഇവിടെ നിന്ന് തന്നെ എന്താണ് കുറച്ച് കൊച്ചു കടകളും പിന്നെ ഈ നിന്ന് വിളിക്കുന്നത് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞങ്ങൾ അവിടെ പാർക്ക് ചെയ്യാനൊന്നും നിന്നില്ല. ഞങ്ങൾ അല്ലാതെ റോഡ് സൈഡ് ചെറിയൊരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ പാർക്ക് ചെയ്തിട്ട് കാശൊന്നും കൊടുക്കാതെ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് വണ്ടി പാർക്ക് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചു. അപ്പോൾ ഇതാണ് അതിൻ്റെ എൻട്രി. ഞാൻ പറഞ്ഞതിൽ കുറച്ച് പറഞ്ഞില്ലല്ലേ, ശരിക്കും പറയാം. ഞാൻ പണ്ട് പോയിട്ടുണ്ട്. അതായത് എത്ര വർഷം മുന്നേ, ഒരു 10 വർഷം മുന്നേയൊക്കെ ഞാൻ പോയിട്ടുണ്ട്. പിന്നെ ഇതിനിടയ്ക്ക് ഒരു പ്രാവശ്യം പോയായിരുന്നു. അപ്പോഴൊന്നും ഇത്ര തിരക്കുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഭയങ്കര തിരക്ക്. ശരിക്കും പറഞ്ഞാൽ എനിക്കവിടെ പോയപ്പം തിരക്ക് കാരണം അയ്യോ വരേണ്ടിയില്ലായിരുന്നു എന്ന് പോലും തോന്നിപ്പോൾ. അത്രയ്ക്ക് എനിക്ക് വീർപ്പ് മുട്ടുന്ന ഒരു തരത്തിലെ തിരക്കും പണ്ടുണ്ടായിരുന്ന അത്രയും വിശാലതയില്ല. കാരണം ഒരുപാട് ഈ മറ്റേ ഇതുണ്ടല്ലോ, ഓരോ വണ്ടി ഇത് അങ്ങനെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുഞ്ഞു റൈഡ്, ആ സംഭവമൊക്കെ നിറച്ച് അങ്ങനെ ഒരു തിക്കും തിരക്കും ആയിപ്പോയി. പിന്നെ ഞങ്ങൾ വൈകുന്നേരമാണല്ലോ പോയി. അവിടെ എത്തിയപ്പോഴേക്ക് പിന്നെ ഇരുട്ടി. പിന്നെ എന്താണ് ഇതുണ്ടല്ലോ, ഇത് കാടമുട്ട, കുഞ്ഞു കാടമുട്ട, അത് ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുരുമുളകൊക്കെ ഇട്ടിട്ട് അവർ നാരങ്ങ അച്ചാറങ്ങാണ്ടോ അതിൽ മുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതെന്തായാലും വാങ്ങി. പിന്നെ റൈഡിൽ ഒന്നും കയറാനൊന്നും ഞാൻ നിന്നില്ല, കാരണം എനിക്കത് കാണുന്നതേ തല ചുറ്റും. അപ്പോൾ പിന്നെ അതിൽ കയറുന്ന കാര്യം പറയാനുണ്ടോ, എനിക്ക് പറ്റില്ല അതൊന്നും. എനിക്കിങ്ങനെ ഉയരവും ഇങ്ങനത്തെ റൈഡൊന്നും എനിക്ക് പറ്റില്ല, എനിക്ക് ഉടനെ തല ചുറ്റും. അപ്പോൾ അതിലൊന്നും കയറാൻ നിന്നിട്ടില്ല. പിന്നെ എന്താണ് ചോളം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഈ സ്വീറ്റ് കോൺ. അപ്പോൾ അതൊക്കെ വാങ്ങി കഴിച്ചു. അവിടെ ഇവിടെയും വായി നോക്കി കുറേ നടന്നു. പിന്നെ എന്താണ് ഈ കാശ് കൊടുത്തിട്ട് ഈ വളയം റിങ് എറിയുമല്ലോ, പിന്നെ എനിക്കൊക്കെ ഭയങ്കര ഉന്നമായതുകൊണ്ടിട്ടും അതൊന്നും തൊടാനേ പോയില്ല. പലരും റിങ് എറിയുന്നത് നോക്കി വായി നോക്കിയൊക്കെ കുറച്ച് നേരം നിന്നവിടെ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് റൈഡൊക്കെ ഉണ്ടായിരുന്നെന്ന്. ഇത് ഞാൻ ഫസ്റ്റിലെടുത്ത വീഡിയോ ആണ്. വന്ന് കയറുന്ന ഭാഗത്ത് നിന്നും മുകളിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആണ്. കണ്ടോ, ഇതൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്ന കുറേ ഇങ്ങനെ കയറാനൊക്കെ ഉള്ള അനലൂഞ്ഞാൽ, വിൻഡ് മില്ല്, അങ്ങനെയുള്ള കുറേയൊക്കെ ഉണ്ട്. തല കീഴായിട്ട് ഇങ്ങനെ ഇടുന്ന ആ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞില്ലേ, ഇതിലൊന്നും കയറാനൊന്നും നിന്നില്ല. ഇത് ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കാണിച്ചതാണ്. പിന്നെ ഒരു കുഞ്ഞു വാവ കണ്ടില്ലേ, നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം വീഡിയോ എടുക്കാൻ മറന്നുപോയി. ലാസ്റ്റ് ആയപ്പോൾ എനിക്ക് ഓർമ്മ, അയ്യോ ഒന്ന് വീഡിയോ എടുക്കാമെന്ന്. അങ്ങനെ കുട്ടികൾക്കൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ കുറേ ഇങ്ങനെയൊക്കെ ഉള്ള സംഗതികളുണ്ടായിരുന്നു. പിന്നെ എന്താണ് ഫുഡ് ഐറ്റംസും കുറേ അവിടെ ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാം ഒന്നും കഴിക്കാനൊന്നും നിന്നില്ല. പിന്നെ ഞങ്ങൾ അതൊക്കെ കണ്ടിട്ട് തിരിച്ച് പോരാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വരുന്ന വഴി നടന്ന് ഇങ്ങനെ വീഡിയോ എടുത്ത് വന്നപ്പം ഒരിടത്ത് ഇങ്ങനെ അത്തർ വിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എന്തായാലും ഒരു ബോട്ടിൽ അത്തർ വാങ്ങിക്കാം എന്ന് വിചാരിച്ചിട്ട് അത്തർ വാങ്ങാൻ കയറിയപ്പോഴാണ് അവിടെ നമ്മളറിയാവുന്ന ഒരു കുട്ടി കണ്ടപ്പോൾ തന്നെ, ഞാൻ വീഡിയോ കണ്ടപ്പോൾ തന്നെ എന്നോട് ചോദിച്ചു, ചേച്ചി യൂട്യൂബറാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അതെ, അറിയുമോ എന്ന് ചോദിച്ചു. അല്ല, ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്, എനിക്ക് ചേച്ചി നന്നായിട്ട് അറിയാം. അങ്ങനെ പിന്നെ പറഞ്ഞു വന്നപ്പോഴേക്കും ഇൻസ്റ്റയിലാണ് ആൾ എന്നെ കണ്ടിട്ടുള്ളത്. എൻ്റെ മോൻ്റെ ഒരു ഫോളോവറാണ്. അപ്പോൾ നമ്മുടെ ഈ കൊച്ചിൻ്റെ പേര് വന്നിട്ട് ആഷിഖ് എന്നാണ്. പിന്നെ ഇൻസ്റ്റയിൽ ഐഡിയിൽ ഇച്ചാപ്പി എന്നാണ് ഉള്ളത്. ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ. നല്ല ഫോളോവേഴ്സൊക്കെ ഉള്ളൊരു ആക്റ്റീവായിട്ടുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ അത് കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷമായി.
പിന്നെ ഇത് ഇവിടെ വന്നപ്പോഴേക്കും അതായത് ഈ പയ്യനോട് ഞങ്ങൾ വിലയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ വില പറയുന്നില്ല, ഇങ്ങനെ കാണിക്കുന്നുണ്ട്, പിന്നെ എന്താണ് കയ്യിലൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഇവൻ എന്താണ് ചോദിച്ചിട്ട് കൃത്യമായിട്ട് പറയാതെ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അടുത്ത് നിന്ന് ഒരാൾ പറഞ്ഞു അവന് സംസാരശേഷി ഇല്ലാത്ത കൊച്ചാണ്, അതാണ് എഴുതി കാണിക്കുന്നതെന്ന്. ഏതായാലും ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ഒരെണ്ണം വാങ്ങിച്ചു. അപ്പോൾ എന്താണ് എന്ത് പറയാനാണ് അത് അവിടെ കഴിഞ്ഞു. പിന്നെ ഇതിങ്ങനെ തറയിലൊക്കെ വെച്ചിട്ട് ഞാനിങ്ങനെ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് പട്ടിഷോയൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. അയ്യോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് പോരാനായിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി. എന്തു പറയാനാണ്, കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ വാവലു ചന്തയിൽ വന്നത്. മുൻപ് ഞങ്ങൾ കൊല്ലംകോടാണ് താമസിച്ചിരുന്നത്. അപ്പോൾ ആ ടൈമിലൊക്കെ ഞങ്ങൾ എല്ലാ വർഷവും അവിടെ പോവാറുണ്ടായിരുന്നു. കൂടുതലും ഞങ്ങൾ പകലാണ് പോവാറുണ്ടായിരുന്നത്. അന്നൊന്നും ഇത്ര തിരക്ക് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോൾ വർഷങ്ങൾ ഇത്രയായില്ലേ, അപ്പോൾ അതിൻ്റേതായ മാറ്റങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അവിടെ ഒരുപാട് എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ എല്ലാത്തിലും അങ്ങോട്ട് നോക്കാനോ ഒന്നും നിന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ എല്ലാ വീഡിയോസും എൻ്റെ ഈ വീഡിയോയിൽ ഇല്ല. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ഞാൻ എല്ലാം കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ പോയത് നമ്മുടെ രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിലേക്കാണ്, നെയ്യാറ്റിൻകര. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത പാർട്ടിലിടാം. ഇതിലിപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ബോറായിട്ട് തോന്നും, ലെങ്ത്തൊക്കെ കൂടും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ബൈ.